ശ്രീ കോവൂർ കുഞ്ഞുമോൻ അതിൽ കൂടി ഒന്ന് പ്രതികരണം നൽകണം. കാരണം കോൺഗ്രസിലെ പല നേതാക്കളും പറയുന്നുണ്ട് അവിടുത്തെ പല സമിതികളിലും ഇപ്പോൾ ഉച്ചക്കഞ്ഞി വിതരണവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പോലും ഒരു കോൺഗ്രസ് പ്രതിനിധിയാണെങ്കിൽ അങ്ങോട്ടേക്ക് അടുപ്പിക്കില്ല, അത്രത്തോളം അകറ്റി നിർത്തി CPM മാത്രം അതിന്റെ കാര്യങ്ങൾ നോക്കുന്നു എന്ന രൂപത്തിലാണ്. അതുകൊണ്ട് മാനേജറെ അറസ്റ്റ് ചെയ്യണം എന്ന് കൊടുക്കുന്നതിൽ സൂചിപ്പിച്ചോട്ടെ, ഒരു വിവരം കൂടി സൂചിപ്പിച്ചോട്ടെ. ഒരു വിവരം ഒന്ന് ചേർത്ത് വായിക്കാം. ശരി, കോൺഗ്രസ് നേതാക്കളെ മാത്രമല്ല CPI-ക്കാരെ പോലും അടുപ്പിക്കാറില്ല. അതാണ് അതിന്റെ യാഥാർത്ഥ്യം. ശരി, CPM ഇതര ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെയും CPI പോലും അടുപ്പിക്കാറില്ല എന്നുള്ളത്. ശരി ശരി ശ്രീ കോവൂർ കുഞ്ഞുമോൻ, ഈ മാനേജറെ, അതുകൊണ്ട് തന്നെ ഈ മാനേജറെ അറസ്റ്റ് ചെയ്യണമെന്നുള്ള ആവശ്യമാണ് കൊടുക്കുന്നതിൽ പറഞ്ഞത്. അങ്ങനെ ഒരു ആവശ്യം അംഗീകരിക്കുന്നുണ്ടോ? അല്ല, ഞാൻ കൊടുക്കുന്ന ബഹുമാനനായ MP പറഞ്ഞതിനോട് ഒരു വിയോജിപ്പ് പ്രകടിപ്പിക്കുക. ആ വാർഡിലെ കോവൂർ വാർഡിലെ പഞ്ചായത്ത് മെമ്പർ UDF-ൻ്റെതാണ്. ആ ഡിവിഷനിലെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ UDF-ൻ്റെതാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് UDF-ൻ്റെതാണ്. 2 ആഴ്ചകൾക്ക് മുമ്പ് നടന്ന പരിപാടിയിൽ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറും ഉണ്ടായിരുന്നു, ഗ്രാമപഞ്ചായത്ത് മെമ്പറും ഉണ്ടായിരുന്നു, പഞ്ചായത്ത് പ്രസിഡന്റും ഉണ്ടായിരുന്നു. MP എനിക്ക് തോന്നുന്നത് ആരോ പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ പറയുമായിരിക്കും. ഞാൻ സമ്മതിക്കും. ഞാൻ അദ്ദേഹത്തിനെ എതിർത്ത് പറഞ്ഞില്ലല്ലോ. MP പറഞ്ഞ ഒരു കാര്യം മറ്റുള്ളവരെ വിളിക്കുന്നു. ഞാൻ അംഗീകരിക്കുന്നില്ല, ഞാൻ തെറ്റ് പറഞ്ഞില്ലല്ലോ. അല്ല, ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഉല്ലാസിന് സമയം തന്നായിരുന്നല്ലോ. ഉല്ലാസിന് സമയം തന്നല്ലോ. എനിക്കുള്ള സമയത്ത് ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഒരു ക്ലാരിഫിക്കേഷന് വേണ്ടി പറഞ്ഞതാ. മറ്റുള്ളവർ പറഞ്ഞു അല്ല, പഞ്ചായത്ത് മെമ്പർ കോൺഗ്രസ്, ഉല്ലാസിനും അറിയാമല്ലോ. പഞ്ചായത്ത് പ്രസിഡന്റ് കോൺഗ്രസ് വർഗീസ് സാർ ഇപ്പോൾ ഈ ചാനൽ ചർച്ചയിലുണ്ടെന്ന് തോന്നുന്നു. എനിക്ക് ചാനലിൽ ഇരിക്കുന്നവരെ എല്ലാവരും എനിക്ക് കാണാൻ പറ്റുന്നില്ല. പരിപാടി പങ്കെടുത്തതല്ലേ. ഞാൻ പറഞ്ഞു തീർക്കുന്നതിന് മുമ്പ് കയറി ഇടയ്ക്ക് ഞാനത് നിങ്ങൾ കേൾക്കുന്നില്ലല്ലോ. ഞാനൊന്ന് പറഞ്ഞ് നിങ്ങൾ കേൾക്കുന്നില്ലല്ലോ. അല്ല ഈ 2 ആഴ്ചയ്ക്കുള്ളിൽ നടന്ന പരിപാടിയുടെ കാര്യമാണ് പറഞ്ഞത്. വർഗീസ് തരാൻ അവിടെ ഇരിക്കുന്നു, പഞ്ചായത്ത് പ്രസിഡന്റ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഉണ്ടായിരുന്നു, വാർഡ് മെമ്പർ ഉണ്ടായിരുന്നു, MLA-യും പങ്കെടുത്തു. അപ്പോൾ പങ്കെടുപ്പിക്കുന്നില്ല എന്ന് പറയുന്നത് ശരിയായ നടപടിയല്ല. അതുകൊണ്ട് ഞാൻ ആ സബ്ജക്റ്റ് വിടുകയാണ്. ഞാൻ കുറച്ച് കാര്യങ്ങൾ ഇവിടെ PTA പ്രസിഡന്റ് എന്ന് പറയുന്നത് PTA പ്രസിഡന്റ് അല്ല, മാനേജറെ അറസ്റ്റ് ചെയ്യണോ വേണ്ടായോ എന്ന് 2 റിപ്പോർട്ട് നാളെ റിപ്പോർട്ട് വരും. ഒന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഒരു റിപ്പോർട്ട് വരാനിരിക്കുന്നതേ ഉള്ളൂ. ആ റിപ്പോർട്ടും കൂടി വന്നെങ്കിൽ മാത്രമേ നമുക്ക് അതിനെ സംബന്ധിച്ച് എനിക്ക് പ്രതികരിക്കാൻ കഴിയുള്ളൂ. കാരണം നിലവിൽ പോലീസിൻ്റെ റിപ്പോർട്ടുണ്ട്, KSCB-യുടെ റിപ്പോർട്ട് ഉണ്ട്, പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ റിപ്പോർട്ടുണ്ട്. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ പോലീസിന്റെ റിപ്പോർട്ട് നാളത്തോടു കൂടി അത് ക്ലിയർ ആവും. KSCB-യുടെ റിപ്പോർട്ടിൽ KSCB-ക്ക് തെറ്റുപറ്റി. അത് മാത്രമല്ല, അവരുടെ തെറ്റു മാത്രം പറയുകയല്ല, അവിടെ പോസ്റ്റ് ഇടണം എന്ന് പറഞ്ഞപ്പോൾ ഈ മാനേജർ പറഞ്ഞത് ഞങ്ങളിവിടെ യോഗം ചേർന്ന ശേഷം തീരുമാനിച്ചിട്ട് പറയാമെന്നാണ്. അത് അങ്ങ് അറിഞ്ഞില്ലേ? അല്ല, അത് ഞാൻ അറിഞ്ഞില്ല. അത് അറിയാത്ത കാര്യം ഞാൻ കയറി ചാനൽ ചർച്ചയിൽ പറയുന്നത് ശരിയല്ലല്ലോ. ഞാൻ ആ വക കാര്യങ്ങൾ അറിഞ്ഞില്ല. KSCB-യുടെ വീഴ്ച തന്നെയാണ്. അവർ അത്രയും കുട്ടികൾ പഠിക്കുന്ന ആ കലാലയത്തിൻ്റെ തൊട്ട് മുകളിലൂടെ ഒരു ലൈൻ പോയപ്പോൾ അത് സൂക്ഷ്മതയോടുകൂടി ശ്രദ്ധയോടുകൂടി അത് ചെയ്യേണ്ടത്. അത് മാത്രമല്ല, അവിടെ ഒരു സൈക്കിളും മറ്റു വാഹനങ്ങളും വെക്കുന്നതിന് വേണ്ടി ഒരു ഷെഡ് പണിഞ്ഞു. ആ ടിൻ ഷീറ്റിൻ്റെ ഷെഡ് പണിഞ്ഞപ്പോൾ അന്ന് UDF-ൻ്റെ ഭരണമായിരുന്നു മൈനാപ്പള്ളി പഞ്ചായത്തിൽ. അവരാണ് പെർമിറ്റ് കൊടുത്തത്. അപ്പോൾ അവരും കുറ്റക്കാരല്ലേ? നമ്മളെല്ലാ വശവും നോക്കണം. ഞാൻ എല്ലാ വശവും നോക്കിയിട്ടാണ് പറയുന്നത്. ഞാൻ തെറ്റുകാരൻ. പെർമിറ്റ് കൊടുത്തു.
പെർമിറ്റ് കൊടുത്തതിന്റെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഈ ആ ഷെഡ് ചർച്ചയിൽ പണിഞ്ഞത്. പങ്കെടുക്കുന്നുണ്ട്. അല്ല, ശരി, പണിയാൻ അദ്ദേഹം കഴിയില്ലല്ലോ. പറയട്ടെ. വിളമ്പുകയാണ്. അദ്ദേഹം അത് പറയട്ടെ, ഒരു കുഞ്ഞിന്റെ വർഗീസ് തരകൻ മരണം അതിൽ പ്രതികരിക്കും. പച്ചക്കള്ളം അല്ല, വിളമ്പുകയാണ്. വർഗീസ് തരകൻ വരുന്നതിന് മുമ്പ് ഒരു പ്രസിഡന്റ് ഉണ്ടായിരുന്നു. അതിന് മുമ്പ് ശ്രീ PM അല്ലല്ല, സയ്യിദ് ഓരോ പ്രസിഡന്റ് കാലത്തെ ആയിരുന്നപ്പോൾ വർഗീസ് തരകൻ ഇപ്പോഴാണ് രണ്ട് വർഷം PM സയ്യിദ് ഇന്നത്തെ ചർച്ചയിൽ ആയിക്കോട്ടെ. നിരാകരിച്ചിട്ടുണ്ട്. താൽക്കാലിക വർഗീസ് ഒരു വർഷം പച്ചക്കള്ളമാണ്, ആയിട്ട്. പച്ച നുണയാണ് അല്ലല്ല, കുഞ്ഞിന്റെ മരണത്തിന് ശ്രീ- മുമ്പിൽ വന്നിരുന്നു ശ്രീ പറയുന്നത്. കോവൂർ കുഞ്ഞുമോൻ, താൽക്കാലിക ഷെഡായതുകൊണ്ട് എനിക്ക് പച്ച നുണ പറയേണ്ടുന്ന കാര്യമില്ല. പച്ച നുണ പറഞ്ഞുകൊണ്ട് എനിക്ക് ആളാകേണ്ട കാര്യമില്ല. കാരണം പച്ച നുണ പറയുന്നവർ ചാനൽ ചർച്ച എവിടെ? അതിന്റെ കോപ്പി എടുക്കൂ. അത് വലിയ ഒരു മിനിറ്റ് മിടുക്കായി ഒന്ന് കാണണ്ട. അത് Please വലിയ ഒന്ന് മിടുക്കായി കേൾക്കൂ. കാണണ്ട. ശ്രീ കോവൂർ കുഞ്ഞുമോൻ, ശ്രീ അല്ല, കോവൂർ കുഞ്ഞുമാൻ, താൽക്കാലിക ഷെഡായതുകൊണ്ട് അനുമതി മിടുക്കുള്ളവരെയാണ് തേടിയില്ല എന്ന ജനം വാദവും ഭൂരിഭാഗം. സ്കൂളിന്റെ ഭാഗത്തുനിന്ന് വരുന്നുണ്ട് കേട്ടോ. ഞാൻ പഞ്ചായത്ത് അല്ല, സ്കൂൾ ഇല്ല, മൈനാഗപ്പള്ളി തെറ്റ് പഞ്ചായത്ത് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ പ്രസിഡന്റ് ആദ്യമേ വർഗീസ് പറഞ്ഞല്ലോ. തരകനിലേക്കും സ്കൂൾ ലീഗ് തെറ്റ് പ്രതിനിധി ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. PK നവാസിലേക്കും എത്താം. കാരണം KCB KSCB-യുടെ ചെയ്തിട്ടുണ്ടെന്ന് വീഴ്ച ഞാൻ പറഞ്ഞല്ലോ. ഒരിടത്ത് ഒതുങ്ങുന്നതല്ല. തെറ്റുകാരായിട്ട് തന്നെ അംഗീകരിക്കുകയാണ്. മലപ്പുറത്ത് പലതവണ പരാതിപ്പെട്ടിട്ടും KSCB ലൈൻ വീണിട്ട് പരാതിപ്പെട്ടിട്ടും അതിൽ നടപടിയെടുക്കാതിരുന്നു. ഒരു ഗൃഹനാഥൻ മരിച്ചു എന്ന് അവിടെ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. അതോടൊപ്പം ഈ സ്കൂളിലെ വിദ്യാർത്ഥിയുടെ മരണത്തിൽ ഇപ്പോൾ കുറ്റക്കാർക്കെതിരെ നടപടി എന്ന രീതിയിൽ വന്നിരിക്കുന്ന സസ്പെൻഷൻ, ഇതാണോ യഥാർത്ഥ നടപടി? ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.